ഖദീജ ബീവി ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുപ്രധാന വനിതയാണ്. അല്ലാഹു പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച, ലോകം തന്നെ പടക്കാൻ കാരണമായ അന്നൂറുൽ ആലമായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ നബിയുടെ ആദ്യ പത്നിയും വിശ്വസ്ത അനുയായിയുമായിരുന്ന ഖദീജ ബീവി ആത്മാർത്ഥത, ധൈര്യം, സദാചാരം എന്നിവയുടെ പ്രതീകമായിരുന്നു. ഖുവൈലിദ് ബിൻ അസദിന്റെയും ഫാത്തിമ ബിൻത് സെയ്ദിന്റെയും മകളായിക്കൊണ്ടാണ് ഖുറൈശി തറവാട്ടിൽ ഖദീജ ബീവി പിറവികൊണ്ടത്. അന്ന് മക്കയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബമായിരുന്നു ഖുറൈശികളുടേത്. അഭിമാനത്തോടുകൂടിയായിരുന്നു ബീവി ആ നാട്ടിൽ ജീവിച്ചിരുന്നത്. മക്കയിലുള്ള മുഴുവൻ ജനങ്ങളും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ ബീവിയോട് അവരുടെ പ്രയാസങ്ങൾ പറയുകയും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ബീവി സ്വീകരിക്കുകയുമായിരുന്നു. പിതാവിനെ കച്ചവടത്തിൽ സഹായിക്കുകയും പിന്നീട് അത് ഏറ്റെടുത്ത് നടത്തിയതും ബീവിയാണ്. മാത്രമല്ല, ആ കച്ചവടം ബീവിയെ മക്കയിലെ തന്നെ ധനികയാക്കുകയും ചെയ്തു. ഖദീജ ബീവിയെ ആദ്യമായി വിവാഹം ചെയ്തത് അബൂഹാലയായിരുന്നു. ആ ബന്ധത്തിലൂടെ ഹിന്ദ്, ഹാരിസ് എന്ന 2 കുട്ടികളെ അവർക്ക് ലഭിച്ചു. അവർ രണ്ടുപേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അബൂഹാല രോഗബാധിതനായി മരണപ്പെട്ടതിനെ തുടർന്ന് അത്വീഖ് ബിൻ ആബിദ് ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. അതിൽ ഹിന്ദ് എന്നുപേരുള്ള ഒരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. അതിനാൽ ബീവി ഉമ്മു ഹിന്ദ് എന്ന നാമത്തിലും അറിയപ്പെടുന്നുണ്ട്. താമസിയാതെ തന്നെ ഗോത്രങ്ങൾ തമ്മിലുണ്ടായ യുദ്ധത്തിൽ അത്വീഖ് മരണപ്പെട്ടു. പിതാവും ഭർത്താവും മരിച്ച ഏകയായ ബീവിയോട് വിവാഹ അഭ്യർത്ഥനയുമായി പലരും വന്നെങ്കിലുമെല്ലാം ബീവി നിരസിക്കുകയാണുണ്ടായത്. വിദൂര ദിക്കുകളിലേക്ക് കച്ചവടത്തിനായി പോകുന്ന സംഘത്തെ നയിക്കാൻ ഒരു പുരുഷനെയായിരുന്നു ബീവി പതിവായി ഏൽപ്പിക്കാറുണ്ടായിരുന്നത്. കച്ചവട സംഘത്തിന്റെ കൂടെ ബീവിയുടെ പ്രിയ വേലക്കാരിയും കൂട്ടുകാരിയുമായിരുന്ന മൈസറയും കൂട്ടരുമുണ്ടാകും. എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ ഉടനെ അവർ ബീവിയോട് വിവരമറിയിക്കും. കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടി ഒരു സത്യസന്ധതയുള്ള പുരുഷനെ ലഭിക്കാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തമാശയ്ക്ക് പോലും കളവു പറയാത്ത മക്കക്കാർ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെപ്പറ്റി ബീവി കേൾക്കുന്നത്. ബീവി ഉടനെ തന്നെ ആ ചെറുപ്പക്കാരനെ കച്ചവടം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഷാമിലേക്ക് നടത്തിയ ഈ കച്ചവടയാത്ര തന്റെ ജീവിതത്തിലുണ്ടായ യാത്രകളിൽ ഒരു പ്രധാന യാത്രയായി ഇടം നേടി. മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലുള്ള ആ യാത്ര തിരിച്ചെത്തിയത് വമ്പിച്ച ലാഭവുമായിട്ടായിരുന്നു. നേരത്തെ ഉറപ്പിച്ചതനുസരിച്ചുള്ള പണം ബീവി മുഹമ്മദ് നബിക്ക് നൽകി. അതിശയകരവും മാതൃകാപരവുമായ ആ യാത്രയെ സംബന്ധിച്ച് മൈസറ ഖദീജ ബീവിക്ക് കുറച്ച് വിശദീകരിച്ചു കൊടുത്തു. മുഹമ്മദിന്റെ കച്ചവടം പൂർണ്ണമായും സത്യസന്ധമായിട്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം കച്ചവട വസ്തുക്കളുടെ ന്യൂനതകളൊന്നും മറച്ചുവെച്ചിരുന്നില്ല. അവ ഓരോന്നും എടുത്തു പറഞ്ഞിട്ടുപോലും ആളുകൾ അദ്ദേഹത്തിൽ ആകൃഷ്ടരായി മുഹമ്മദിൽ നിന്നും വസ്തുക്കൾ വാങ്ങിയിരുന്നു. അത്ഭുതകരമായ മറ്റൊരു സംഭവം യാത്രക്കിടയിലുണ്ടായി. മുഹമ്മദ് നബി ഒരു ജൂതപുരോഹിതന്റെ കൂടാരത്തിനടുത്തുള്ള ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ജൂതപുരോഹിതൻ മൈസറയോട് മുഹമ്മദിനെക്കുറിച്ച് ചോദിച്ചു, ആരാണ് ആ മരച്ചുവട്ടിലിരിക്കുന്ന വ്യക്തി? മൈസറ പറഞ്ഞു, അദ്ദേഹം ഹറമിന്റെ സംരക്ഷണ ചുമതലയുള്ള ഖുറൈശികളിൽപ്പെട്ടവനാണ്. അപ്പോൾ അയാൾ പ്രവചിച്ചു, മരച്ചുവട്ടിലുള്ള വ്യക്തി പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. മുഹമ്മദ് നബിയെപ്പറ്റി കേട്ട കാര്യങ്ങളും നേരിൽ കണ്ടപ്പോൾ മനസ്സിലായ സ്വഭാവവിശുദ്ധിയും കാരണം ബീവിയുടെ ഹൃദയത്തിൽ മുഹമ്മദ് നബി സ്ഥാനം പിടിച്ചു. ബീവിക്ക് പ്രായം 40, മുഹമ്മദ് നബിക്ക് 25. അറബ് ആചാരത്തിൽ വയസ്സ് വ്യത്യാസം ഒരു പ്രശ്നമല്ല. ഖദീജ ബീവിയുടെ വിവാഹ ആലോചനയുമായി ദൂതന്മാർ മുഹമ്മദ് നബിയെ കണ്ടു. ആ വിവാഹം നടന്നു. വിവാഹരാത്രിയിൽ അബൂജഹലും പ്രമാണിമാരും പറയുകയുണ്ടായി, അനാഥനും പണമില്ലാത്തവനുമായ മുഹമ്മദിനെ മാത്രമേ ഖദീജയ്ക്ക് കിട്ടിയുള്ളൂ. ഇതറിഞ്ഞ ബീവി അവരെയെല്ലാം ഒരു സദ്യയ്ക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കക്കാരെ, നിങ്ങൾ സാക്ഷി, എന്റെ മുഴുവൻ സ്വത്തും ഞാനിതാ മുഹമ്മദിന് നൽകുന്നു. ഇപ്പോൾ അദ്ദേഹം കോടീശ്വരനാണ്, ഞാനാണ് പാവപ്പെട്ടവൾ. അത് കേട്ട് പ്രമാണിമാരുടെ വായകൾ അടഞ്ഞു. ആരിലും അസൂയ ഉളവാക്കുന്ന ദാമ്പത്യമായിരുന്നു അവരുടേത്. നബിയിൽ എന്തോ പ്രത്യേകതയുള്ളത് അന്നേ ബീവി മനസ്സിലാക്കിയിരുന്നു. നബി കാണുന്ന സ്വപ്നങ്ങളൊക്കെ ബീവിയോട് പറയും. പ്രസ്തുത സ്വപ്നങ്ങൾ പലതും പിന്നീട് പുലരുന്നതും ബീവി കണ്ടു. പ്രായം 40-നടുത്തായപ്പോൾ നബിക്ക് ഏകാന്ത ജീവിതം നയിക്കണമെന്ന് തീരുമാനിച്ചു. മക്കയിലെ ഹിറാ ഗുഹയിൽ ഏകനായി അവിടുന്ന് ധ്യാനത്തിലിരിക്കാൻ തുടങ്ങി. നബി വരാത്ത ദിവസങ്ങളിൽ അവിടുത്തേക്ക് ഭക്ഷണവുമായി ആ 55 വയസ്സുള്ള ഉമ്മ മല കയറുമായിരുന്നു. ഒരിക്കലും ഖദീജ ബീവി തന്റെ ഭർത്താവിനെ പരിഹാസവാക്കുകൾ പറഞ്ഞിരുന്നില്ല. സഹായത്തിനു പോലും അവർ ആരെയും തന്റെ കൂടെ കൂട്ടിയില്ല. അതിനു പറഞ്ഞ കാരണം, എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കണം എന്നാണ്. അതെ, മുത്തുനബിക്ക് ഖദീജ ബീവി ആശ്വാസമായിരുന്നു. വഹി വരുന്നതുവരെ ആ അവസ്ഥ നബി തുടർന്നിരുന്നു. ഒരിക്കൽ നബിയുടെ അടുക്കലേക്ക് മലക്ക് ജിബ്രീൽ വന്നു. എന്നിട്ട് പറഞ്ഞു, വായിക്കൂ. അവിടുന്ന് പറഞ്ഞു, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. നബി പറഞ്ഞു, തത്സമയം ആ മലക്ക് എനിക്ക് ഞെരുക്കമുണ്ടാകുന്ന വിധം എന്നെ ശക്തമായി ആലിംഗനം ചെയ്തു. പിന്നെ എന്നെ പിടിവിട്ടിട്ട് പറഞ്ഞു, വായിക്കൂ. നബി പറഞ്ഞു, ഞാൻ വായിക്കുവാൻ അറിയുന്നവനല്ല.
അപ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടാകുന്ന വിധം രണ്ടാമതും എന്നെ ശക്തമായി ആലിംഗനം ചെയ്തു. പിന്നെ എന്നെ പിടിവിട്ടിട്ട് പറഞ്ഞു, വായിക്കൂ. നബി പറഞ്ഞു, ഞാൻ വായിക്കുവാൻ അറിയുന്നവനല്ല. അപ്പോൾ മൂന്നാം തവണയും എന്നെ ശക്തമായി ആലിംഗനം ചെയ്തു. പിന്നെ എന്നെ പിടിവിട്ടിട്ട് പറഞ്ഞു, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് പേന കൊണ്ട് പഠിപ്പിച്ചവനായ ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വിറയ്ക്കുന്ന മനസ്സോടെ ഈ വചനങ്ങളുമായി നബി മടങ്ങി. എന്നിട്ട് തന്റെ പ്രിയ പത്നി ഖദീജ ബീവിയുടെ അടുത്തേക്ക് കടന്നുചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ പുതപ്പിച്ചു തരൂ, എന്നെ പുതപ്പിച്ചു തരൂ. അപ്പോൾ ബീവി നബിയെ പുതപ്പിച്ചു. അന്നേരം അവിടുത്തെ ഭയം വിട്ടുമാറി. സംഭവിച്ചതൊക്കെ ഖദീജ ബീവിയോട് പറഞ്ഞു. എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നുപോയി. ആ സമയത്ത് ബീവി ഖദീജ തന്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ചു. ആ നേരത്തെ ബീവിയുടെ ഇടപെടൽ ഭാര്യപദവി അലങ്കരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും മാതൃകയായിരുന്നു. കുടുംബജീവിതത്തിന്റെ ഭദ്രത നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിലും അംഗീകാരത്തിലുമാണ്. ഏതു പ്രയാസകരമായ സാഹചര്യങ്ങളിലും തന്റെ പങ്കാളിയെ വിശ്വസിക്കുവാനും കൂടെയുണ്ടാകുമെന്ന ഉറപ്പു നൽകാനും കഴിയുന്നത് കുടുംബബന്ധത്തിലെ വിള്ളലുകൾ ഇല്ലാതാക്കും. അത്തരം ആളുകൾക്കിടയിലാണ് ആത്മാർത്ഥ സ്നേഹവും ഒരുമയും വർദ്ധിക്കുന്നത്. അത്തരത്തിലാണ് ബീവി ഇടപെട്ടത്. ഭർത്താവ് വിജനമായ സ്ഥലത്തൊഴിഞ്ഞിരിക്കുമ്പോൾ താൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന പോലെയുള്ള ആശങ്കകളും സങ്കടങ്ങളും ബീവിക്കും പറയാമായിരുന്നു. അതല്ലെങ്കിൽ നബി അനുഷ്ഠിച്ചിരുന്ന ആരാധനകളെ കുറ്റപ്പെടുത്താമായിരുന്നു. എന്നാൽ ഖദീജ ബീവി നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: അല്ലാഹുവാണ് സത്യം. അല്ലാഹു താങ്കളെ ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം ചേർക്കുകയും ഭാരം വഹിക്കുകയും ദരിദ്രർക്ക് ജീവിതമാർഗം നേടിക്കൊടുക്കുകയും അതിഥികളെ സൽക്കരിക്കുകയും ആപത്തു വരുമ്പോൾ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. ഭർത്താവിന്റെ സന്തോഷത്തിലും സങ്കടങ്ങളിലും പങ്കുചേരുക എന്നത് ഒരു ഉത്തമയായ ഭാര്യയുടെ കടമകളിൽപ്പെട്ടതാണ്. ഖദീജ ബീവി അൽപൻവഴി തന്റെ ജീവിതത്തിലൂടെ ലോകർക്ക് കാണിച്ചുകൊടുത്തതും ഇതുതന്നെയാണ്. പ്രവാചകൻ തനിക്ക് ലഭിച്ച ദിവ്യവാർത്തകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായി നബിയിൽ വിശ്വസിച്ചതും ബീവിയാണ്. പിന്നീട് അല്ലാഹു നബിയെ പ്രവാചകനായി തിരഞ്ഞെടുത്തു എന്ന് തന്റെ പിതൃവ്യപുത്രൻ വറഖത്തുബ്നു നൗഫൽ പറഞ്ഞതോടെ ബീലുവിഷത്തിലും അവിടുത്തെ പ്രവാചകത്വത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. മക്കയിലെ പ്രമാണിമാർ മുഴുവനും, എന്തിന് സ്വന്തം കുടുംബം പോലും പ്രവാചകനെ എതിർത്തു നിന്നപ്പോഴും ഹബീബിന് ധൈര്യം പകർന്നു നൽകിയത് മഹദിയായിരുന്നു. നബിക്ക് ദൈവിക ബോധനങ്ങളുണ്ടാകുമ്പോൾ ബീവിയാണ് കൂടെ നിന്ന് നബിയെ സാന്ത്വനിപ്പിക്കാറുള്ളത്. ഖുറൈശികളുടെ ബഹിഷ്കരണത്തിൽ മുസ്ലിങ്ങൾ ശുഅബ് അബീ ത്വാലിബിൽ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കാതെ പച്ചിലയും മറ്റും തിന്നേണ്ടിവന്ന സാഹചര്യം പോലുമുണ്ടായി. അതുവരെ ആഡംബരത്തിൽ ജീവിക്കാമായിരുന്ന ബീവി തന്റെ പ്രിയതമനോടൊപ്പം ആ മലഞ്ചെരുവിൽ കഷ്ടപ്പാടുകൾ സഹിച്ചു ജീവിച്ചു. 65-ാം വയസ്സിൽ ബീവി രോഗിയായി. ക്രിസ്തുവർഷം 619-ൽ റസൂൽ കരീം നബിയെ തനിച്ചാക്കി ബീവി വിട പറഞ്ഞു. അതേ വർഷത്തിലാണ് പിതൃവ്യൻ അബൂത്വാലിബും വിട പറഞ്ഞത്. അതിനാൽ ആ വർഷത്തെ ദുഃഖവർഷം ആമുൽ ഹുസ്ൻ എന്നാണ് വിളിക്കപ്പെടാറ്. ഖാസിം, അബ്ദുല്ല, സൈനബ്, റുഖിയ, ഉമ്മുകുൽസും, ഫാത്തിമ എന്നീ സന്താനങ്ങളാണ് ഖദീജ ബീവിയിൽ നബിക്കുണ്ടായത്. ഒരിക്കൽ നബി ഖദീജ ബീവിയെപ്പറ്റി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ജനങ്ങൾ അവിശ്വസിച്ചപ്പോൾ അവർ എന്നിൽ വിശ്വസിച്ചു. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവർ സത്യപ്പെടുത്തി. ജനങ്ങൾ കൈവിട്ടപ്പോൾ അവരുടെ ധനം എനിക്കവർ പങ്കുവച്ചു. അവരിലൂടെ അല്ലാഹു എനിക്ക് സന്താനങ്ങളെ നൽകി. നബിക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഖദീജ ബീവി. മറ്റുള്ള പ്രവാചകന്മാരുടെ ഭാര്യമാരിൽ ചിലർ പ്രവാചകത്വത്തെ വഞ്ചിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരിൽ അവിശ്വസിക്കുകയും ചെയ്തവരുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഖദീജ ബീവിയാകുന്ന അനുഗ്രഹത്തിന്റെ പ്രാധാന്യം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുക. ഹിജ്റക്ക് 3 വർഷം മുമ്പായിരുന്നു അവരുടെ മരണം. ദിവസം കൃത്യമായി നിർണയിക്കപ്പെടുന്നില്ല. മക്കക്കാരുടെ ഖബറിടമായ ഹജ്ജൂനിൽ അവർ മറമാടപ്പെട്ടു. നബി തന്നെയാണ് അവരെ ഖബറിലിറക്കിയത്. അക്കാലത്ത് മയ്യിത്ത് നമസ്കാരം നിയമമാക്കപ്പെട്ടിരുന്നില്ല. 25 വർഷം നബിയോടൊപ്പം അവർ ജീവിച്ചു. മരണപ്പെടുമ്പോൾ അവർക്ക് 65 വയസ്സായിരുന്നു. നബിക്ക് 50 വയസ്സും. അവരുടെ മരണത്തിൽ നബി വളരെയധികം ദുഃഖിച്ചിരുന്നു. നബി അവരുടെ മരണശേഷം പലപ്പോഴും അവരെ ഓർക്കുമായിരുന്നു. അവരെ ഓർക്കുമ്പോഴെല്ലാം നബിയുടെ കണ്ണു നിറയും. നബി ആടിനെ അറുക്കുന്ന അവസരങ്ങളിൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികളെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. ധാരാളം സദ്ഗുണങ്ങൾക്കും സവിശേഷതകൾക്കും ഉടമയായിരുന്നു ഖദീജ ബീവി. മഹദിയുടെ ജീവിതം നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് മാതൃകാപരമായി ജീവിക്കേണ്ടതെന്ന് അവർ നമ്മെ പഠിപ്പിക്കുന്നു. സാമ്പത്തികമായ ഉയർച്ചകളിലല്ല ഒരാൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുക. പരസ്പര വിശ്വാസവും സ്നേഹവും പൊരുത്തപ്പെടലുകളുമുണ്ടായാലേ അത് സാധിക്കുകയുള്ളൂ. ധൈര്യം, സഹനം, വിവേകം, പ്രചോദനം എന്നിവയുടെ നിർണായകമായ ഒരു മാതൃകയായ മഹിളാരത്നമാണ് ബീവി ഖദീജ. ഒരുപാട് ധീരമായ നിലപാടുകൾ കൊണ്ടുതന്നെയാണ് ഖദീജ ബീവിയെ അവസാനശ്വാസം വരെ റസൂൽ കരീം തന്റെ മധുരസ്മരണകളിൽ നിലനിർത്തുവാനുള്ള കാരണം.
ബീവിയുടെ സഹനം, സേവന മനോഭാവം, വിശ്വാസം, ആദർശം എന്നിവ ലോകജനതയ്ക്ക് എന്നും പ്രചോദനമാണ്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.